മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്ന് 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒത്തിരിയേറെ ആളുകൾ വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ സമൂഹം ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ടിട്ട് സ്വർഗം സന്തോഷിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും തെറ്റിദ്ധരിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്രയൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താലും കളിയാക്കലും ഒറ്റിക്കൊടുക്കലും വേദനിപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ ഇതിനകത്ത് സംബന്ധിക്കുന്നില്ലേ? ഒന്നാലോചിച്ച് നോക്കുക. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ 2ാമത്തെ സന്ദർശനം ഇവിടെയാണെന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. മറിയം സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. മാതാവ് നടന്നു നീങ്ങിയ 2ാമത്തെ ഭവനം എലിസബത്തിൻ്റെ ഭവനമാണ്, സക്രിയാസിൻ്റെ ഭവനമാണ്. പുരോഹിത ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സക്രിയാസിൻ്റെ ഭവനം എലിസബത്തിൻ്റെ ഭവനത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ദൈവം പറഞ്ഞത് അവിശ്വസിച്ചതുകൊണ്ട് ബന്ധനത്തിലായ ഒരു വീടാണ് എലിസബത്തിൻ്റെ വീട്. ദൈവം പറഞ്ഞത് അവിശ്വസിച്ചതുകൊണ്ട് ബന്ധനത്തിലായ ഒരു വീടാണ് എലിസബത്തിൻ്റെ വീട്. സക്രിയാസിന് എന്താ പറ്റിയത്? ദൈവം എന്താണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമുക്കും പറ്റും, നമുക്കും തെറ്റുകൾ പറ്റിപ്പോകുന്ന ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെയാണെന്നോ നമ്മൾ ആരാണെന്നോ മനസ്സിലാകാതെ പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്താറുണ്ട്. മാനസിക ക്ലേശങ്ങൾ കൊണ്ട് ക്ലേശിക്കുന്ന സക്രിയ, ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എലിസബത്ത്, ഈ വീട്ടിലേക്കാണ് മറിയം എത്തുന്നത്. മറിയം എത്തുന്നതോടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ മാറുകയാണ്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് എവിടെ നിന്ന് ഈ യോഗ്യത? പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളുടെ വീട്ടിലേക്ക് മാതാവ് വരുമ്പോൾ ആ അവസ്ഥ മാറും. നമ്മുടെ വീട്ടിലും പലതരത്തിലുള്ള കുറവുകളില്ലേ, ബന്ധനങ്ങളില്ലേ, ക്ഷീണങ്ങളില്ലേ, പ്രാർത്ഥനകൾ നടക്കാറില്ലല്ലോ. അപ്രകാരമുള്ള വീട്ടിലേക്ക് മാതാവ് കടന്നു വരുമ്പോൾ ഏത് ബന്ധനത്തിലാണെങ്കിലും ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തി നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.